ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായും ദേവസ്വം പ്രസിഡന്റായും ഇരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പങ്ക് ഒരു ഇമെയിൽ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സ്വർണം ചെമ്പാക്കി പുറത്തേക്ക് കടത്തിയതിൽ വാസുവിന്റെ പങ്ക് കൂടി വ്യക്തമാവുകയാണ് ഇപ്പോൾ. അതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ വിവാദങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എല്ലാ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പ്രതികരിച്ചു. പത്മകുമാർ നിരവധി തവണ പ്രതികരിച്ചു, അനന്തഗോപൻ സംസാരിച്ചു, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പലതവണ സംസാരിച്ചു. അപ്പോഴൊക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം നിശബ്ദത പാലിച്ചത് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന ശ്രീ വാസുവാണ്. വാസു ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് 6-ാം തീയതി തിങ്കളാഴ്ച കൊടുക്കുകയും ഒരു SIT രൂപീകരിച്ച് അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തപ്പോഴാണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ വാസുവിൻ്റെ പങ്ക് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ പിറ്റേന്ന് 7-ാം തീയതി രാവിലെയാണ് ആദ്യമായി വാസു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മോർണിംഗ് ഷോ നമസ്തേ കേരളത്തിലാണ് അദ്ദേഹം തത്സമയം പ്രതികരിച്ചത്. അപ്പോൾ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലാവധി എപ്പോഴാണെന്ന് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. ഞാൻ ആദ്യം കമ്മീഷണറായിരുന്നത് 2013 മാർച്ച് വരെയാണ്. രണ്ടാമത് കമ്മീഷണറാകുന്നത് 2018 ഫെബ്രുവരി 1-നാണ്. ഫെബ്രുവരി 1 മുതൽ 2019 മാർച്ച് 14 വരെയാണ് ഞാൻ കമ്മീഷണറായിട്ട് വന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണെന്ന് പറഞ്ഞു. അതിൽ വാസുവിനോട് അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് അന്ന് ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞ മറുപടി, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെടുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2019 നവംബർ 15-നാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അത് അവിടെ നിന്ന് കൊണ്ടുപോയത് 2019 ജൂലൈ മാസം 19-ാം തീയതി. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഈ കാലയളവിൽ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നില്ല, കമ്മീഷണറുമായിരുന്നില്ല. അത് തിരിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഞാൻ ഈ 2 പദവികളിലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് പിന്നാലെ കട്ടിളപ്പാളിയും പുറത്തേക്ക് ചെമ്പെന്ന് പറഞ്ഞു കൊണ്ടുപോയി എന്നുള്ള വിവരവും മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ കട്ടിളപ്പാളി 2019 മാർച്ച് മാസത്തിലാണ് ഈ ഉത്തരവിറങ്ങിയെന്ന് അന്നത്തെ ദിവസം നമുക്ക് ഏകദേശ രൂപമുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായി അന്ന് ചോദിക്കുന്നുണ്ട് ശ്രീ വാസുവിനോട്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് ആദ്യം ഇവിടെ അവതരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലിന് വേണ്ടിയല്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. അതിനു മുമ്പ് അവിടുത്തെ കതകിന് തകരാറുണ്ടാവുന്നു. ആ കതകാണല്ലോ ഇയാൾ ആദ്യം ഏറ്റെടുത്ത് സ്വർണം പൂശാൻ വേണ്ടിയുള്ള ജോലികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. എന്നെ കുഴപ്പിക്കരുത്. ഇല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. എന്നെ ഒരു ഘട്ടത്തിലും അയാൾ ബന്ധപ്പെട്ടിട്ടില്ല. ഈ കഥകിന് ഒരു തകരാറുണ്ടെന്നും അത് ശരിയാക്കണമെന്നുമുള്ള എന്തെങ്കിലും ചർച്ചകൾ താങ്കൾ കമ്മീഷൻ ആയിരുന്ന കാലത്തുണ്ടായിരുന്നോ? അത് ഉത്തരം പറ. തീർച്ചയായും ഒന്ന് കേട്ടിട്ടുണ്ട്. അതായത് അന്ന് ശബരിമല ശ്രീകോവിലിന്റെ കതക് അടയുന്നില്ലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കൂടെ എലിയൊക്കെ ശ്രീകോവിലിനകത്ത് കയറുന്ന ഒരു ഘട്ടത്തിൽ എന്നിട്ട് തന്ത്രി മേൽശാന്തിയും ഒക്കെ ധാരാളം പരാതി പറഞ്ഞിരുന്നു. അങ്ങനെ കതക് മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റിയെന്നുമാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ആ കതക് മാറ്റാനുള്ള ആലോചനകൾ നടക്കുമ്പോൾ തന്നെ 2019 മാർച്ചിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡുമായിട്ടുള്ള ആശയവിനിമയം തുടങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ആ ഡേറ്റ് എനിക്ക് കൃത്യം. എന്തായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല.
ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അധിക റിപ്പോർട്ടിന്റെ ഒരു ഭാഗം വായിക്കാം. എവിടെ പോണു? വെള്ളം കുടിക്കണം. ശബരിമല ശ്രീകോവിലിലെ കട്ടിളയിൽ ഉള്ള മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതൊരു നടക്ക് പോണ മാതിരില്ല. 16/2/2019, അതായത് 2019 മാർച്ച് മാസം 14-ാം തീയതി വരെ വാസു ദേവസ്വം കമ്മീഷനാണ്. ഇത് ഫെബ്രുവരി മാസം 16-ാം തീയതി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ 16/2/2019 ഒരു ശുപാർശ അന്നത്തെ ദേവസ്വം കമ്മീഷണർ, അതായത് വാസുവിന് അയച്ചിരുന്നു. ദേവസ്വം കമ്മീഷണർ ഈ ശുപാർശ ബോർഡിൽ സമർപ്പിച്ചപ്പോൾ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അന്നത്തെ ദേവസ്വം കമ്മീഷണർ വാസുവിന് നൽകുന്നത്. ഇനി സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നെഴുതി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ ചെമ്പുപാളികൾ എന്നാക്കി മാറ്റി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പത്മകുമാറിനെ പോലെ പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് CPM-ഉമായിട്ട് സർക്കാരുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ശ്രീ എൻ വാസു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു രഹസ്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ അന്വേഷണത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ അന്വേഷണം ശരിയായ രീതിയിൽ യഥാർത്ഥ പ്രതികളിലേക്കൊക്കെ എത്തുമോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ പലരും പ്രകടിപ്പിച്ചിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിജിലൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധമില്ല എന്ന് പറയാനായിട്ട് ശ്രീ എൻ വാസുവിന് കഴിയില്ല. കാരണം 2019 ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശ്രീ വാസു ശബരിമലയിൽ വെറുതെ തൊഴാൻ മാത്രമായിട്ട് പോയിരുന്ന ഒരു ഭക്തനല്ല. അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു. അതിനുശേഷം PG പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറുകയും ചെയ്തു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 2 പ്രശ്നങ്ങളുണ്ട്. കട്ടിള വിഷയമുണ്ട്, പിന്നെ ദ്വാരപാലക വിഷയമുണ്ട്, അതിനോടുള്ള ചേർന്നുള്ള തകിടുകളും പീഠവും ഒക്കെ ഉണ്ട്. ഈ 2 വിഷയത്തിലും വാസുവിന് വളരെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ 2ലും വാസുവിനെതിരെയുള്ളത് കേവല ആരോപണങ്ങളല്ല, മറിച്ച് തെളിവായിട്ട് നിൽക്കുന്ന ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് 4 or 5 തവണ പറഞ്ഞാലും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. നേരത്തെ വിജിലൻസ് ആദ്യം സ്വീകരിച്ചിരുന്ന ഒരു നടപടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് എന്താണ്? ഈ സ്വർണ്ണപ്പാളികളെ മനഃപൂർവ്വം അത് സ്വർണ്ണമാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അതേ കൺസിസ്റ്റൻസി, അതേ നിലപാട് മുരാരി ബാബുവും മറ്റു ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ വാസുവിന്റെ ഓഫീസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയില്ല. ഇതിലെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ വാസു പറയുന്ന ചില ന്യായങ്ങളുണ്ട്. 1 or 2 ന്യായങ്ങളല്ല, 3 or 4 ന്യായങ്ങളുണ്ട്. അതിലൊന്നുപോലും യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒന്ന്, അദ്ദേഹം പറയുന്നത് ഈ സ്വർണം എന്നുള്ളത് മാറ്റിയിട്ട് ചെമ്പ് എന്ന് എഴുതിയതിന് കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് തിരുവാഭരണം കമ്മീഷണർക്കാണ് എന്നൊക്കെയാണ്. വിജിലൻസിന്റെ ഈ 2ാമത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ, ഈ അനുബന്ധ റിപ്പോർട്ടിൽ പല ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ാമത് അവർ എഴുതി ചേർത്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ പേരാണ്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സൂനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അദ്ദേഹത്തിന്റെ ന്യായം ഈ കട്ടിള മാറ്റണമെന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തീരുമാനമെടുത്തിരിക്കുന്ന, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്ന് ശുപാർശ കൊടുത്തിരിക്കുന്ന ആളാണ് പറയുന്നത് ഈ കട്ടിള മാറ്റണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. പണ്ട് മാനാർമത്തായി എന്ന് പറയുന്ന സിനിമയിൽ സന്ധ്യാമ നല്ല ബെസ്റ്റ് പെണ്ണാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇന്ദ്രൻസ് പറയുന്നത് എനിക്ക് ഓർമ്മ വരികയാണ്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.